അപ്പം ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 13-ാം വാക്യവും 9-ാം അധ്യായത്തിൽ ചില ഭാഗങ്ങളും പരിശോധിക്കാം. എട്ടിൻ്റെ 13-ാം വാക്യം, അനന്തരം ഒരു കഴുക് ഇനി കാഹളമുതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അനന്തരം എന്ന് പറഞ്ഞാൽ ഈ 4 കാഹളം മുഴക്കിയതിന് ശേഷമെന്ന അതിൻ്റെ അർത്ഥം. അനന്തരം ഒരു കഴുകൻ, അദ്ദേഹം പറയുന്നത് എന്താണ്? ഇനി 3 ദൂതന്മാർ കൂടി കാഹളം ഊതുവാനുണ്ട്. ആ കാഹള സന്ദേശങ്ങൾ ഭൂവാസികൾക്ക് വളരെ കഷ്ടം ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് അങ്ങനെ ഒരു സൂചന നൽകിക്കൊണ്ട് ഈ കഴുകൻ ആകാശമധ്യേ പറക്കും. എല്ലാവരുടെയും ശ്രദ്ധ ഈ കഴുകനിലേക്ക് ആകാൻ വേണ്ടിയിട്ടാണ്. ആകാശത്തിൻ്റെ ആ ഉയരത്തിൽ കഴുകൻ പറക്കുമ്പോൾ ഒരുപാട് ദൂരദിക്കുകളിലേക്ക് ഉള്ളവർക്കും കാണാൻ പറ്റും. അപ്പോൾ കർത്താവിൻ്റെ ദൂത് ദേശവ്യാപകമായി നൽകപ്പെടുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. കഴുകന് വലിയ കാഴ്ചശക്തിയുള്ള ഒരു പക്ഷിയാണെന്നാണ്. കഴുകന് പല ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ കഴുകൻ നമുക്ക് സൂചന നൽകുന്ന കഷ്ടങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഈ കഷ്ടം എന്താണെന്നാണ് വിശദീകരിക്കുന്നത്. ആർക്കാണ് കഷ്ടം? എങ്ങനെയാണ് കഷ്ടമായി തീരുന്നത്? എങ്ങനെയാണ് ഈ കഷ്ടങ്ങൾക്ക് അവസാനമുണ്ടാകുന്നത് എന്നുള്ള എല്ലാ വിഷയങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. സമയത്തിൻ്റെ ലഭ്യത പോലെ നമുക്ക് ആ വിഷയം പൂർത്തിയാക്കാമെന്ന് വിചാരിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് വായിച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണം നോക്കാം. 9-ാം അധ്യായത്തിൽ 5-ാമത്തെ ദൂതന ഊതുന്നത്. 7 ദൂതന്മാരാണ്, 7 കാഹളമാണ്. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ബോധ്യമുണ്ടായിട്ടുണ്ട്. അതിൽ 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്നും പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത്.
എന്ന് അതിന് കൽപ്പന ഉണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയും ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ലുപോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയായിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിന് ശക്തി വാലിലായിരുന്നു. അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവൻ എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നും പേർ. കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. ഇത് ഒരു കഷ്ടത്തെക്കുറിച്ചുള്ള വിവരണമാണ്. വളരെ വിപുലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിവരണമാണ്. ഈ 5-ാമത്തെ ദൂതൻ ഓതുന്ന ആ സന്ദേശം. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണുകിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. ഇവിടെ ഈ ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണുകിടക്കുന്ന നക്ഷത്രം ഏതാണ്? ഈ നക്ഷത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശു വീണ് കിടക്കേണ്ടതാണോ? എവിടെ യേശു വീണ് കിടക്കുക? ആകാശത്ത് നിന്ന് ഭൂമിയിലാണ് വീണ്. ആകാശം എന്ന് പറഞ്ഞാൽ ഔന്നത്യമാണ്, അല്ലേ? യേശു ആകാശത്തിൽ തന്നെ ഇരിക്കേണ്ട ആളാണ്, ഉന്നതിയിൽ തന്നെ ഇരിക്കേണ്ട ആളാണ്. ഇപ്പൊ മനുഷ്യരുടെ ഇടയിൽ വീണ് കിടക്കുന്നു. ഇത് ആർക്കും പറയാൻ ധൈര്യം വരികയില്ല. യേശു എങ്ങനെയാ മനുഷ്യരുടെ ഇടയിൽ വീണ് കിടക്കും? അപ്പൊ ഈ ദൂതനെ കിട്ടിയതോ? അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. ലഭിച്ചെന്ന് പറയുമ്പോ എന്റെ അർത്ഥം എന്താ? ഈ താക്കോല് മറ്റൊരാളിന്റെ കയ്യിലായിരുന്നു, അല്ലേ? അവിടുന്നാ ലഭിച്ചേ, പിടിച്ചു വാങ്ങിച്ചതല്ല, ലഭിക്കുകയെ. അപ്പൊ ഈ താക്കോൽ ഒരു അധികാരമാണ്, കർത്താവിന് കിട്ടുന്ന ഒരു അധികാരമായിരുന്നു ഈ താക്കോൽ കൈമാറ്റം. അപ്പൊ ഈ താക്കോൽ ആരുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് വിഷയമാക്കേണ്ടത്. ഈ നക്ഷത്രം വീണ് കിടക്കുന്നത് ഭൂമിയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. ഏതാ ഭൂമി? നാമധേയ ക്രൈസ്തവ വിഭാഗങ്ങളാണ് ഈ ഭൂമി. അതിൽ യേശുക്രിസ്തു വീണ് കിടക്കുകയാണ്. യേശുക്രിസ്തു അതിൽ ഉയർന്നിരിക്കുന്നില്ല. എങ്ങനെയാ വീണ് കിടക്കുന്നത്? യേശുക്രിസ്തുവിന്റെ സത്യങ്ങളെല്ലാം അവര് ഉപേക്ഷിച്ചിട്ട്
സ്വതന്ത്രമായ പ്രമാണങ്ങൾ ഉണ്ടാക്കിയാണ് നാമധേയ സഭകൾ നിൽക്കുന്നത്. സ്വതന്ത്രമായ വിശ്വാസ സംഹിതകൾ, തത്വങ്ങൾ, അവരുടേതായ മതങ്ങളുടെ ചട്ടങ്ങൾ, നിയമങ്ങൾ, കൽപ്പനകൾ, ഇതെല്ലാം എല്ലാ മതങ്ങളും. ഏതാണ് ഒരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും? വേദപുസ്തകം ഉപദേശിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകൾക്കും വിപരീതമായിട്ട് ക്രൈസ്തവ മണ്ഡലങ്ങളിലുള്ള ഉപദേശങ്ങള്, ആചാരങ്ങള് ഏതാണ്? ഒന്ന്, ശിശുക്കളെ മാമോദീസപ്പെടുത്തുന്നു. ശിശുക്കളെ മാമോദീസപ്പെടുത്താൻ വേദപുസ്തകം ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല. എങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്താനാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക, കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനെ സ്നാനപ്പെടുത്തുക. അങ്ങനെ സ്നാനപ്പെടുത്തി അപ്പോസ്തലന്മാർ ദിവസം പ്രതി വിശ്വാസികളെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇപ്പൊ ഏതെങ്കിലും മാതാപിതാക്കൾ ഏതെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഒരു ശിശു ഉണ്ടായാൽ ഏതാനും ദിവസം കഴിയുമ്പോഴേ തന്നെ മാമോദീസപ്പെടുത്തും. ആ മാമോദീസപ്പെടുത്തൽ ഏത് സഭയിലേക്കാ ചേർക്കണേ? ക്രിസ്തുവിന്റെ സഭയിലേക്കാണോ? അല്ലല്ലോ, ക്രിസ്തുവിന്റെ സഭയിലേക്കല്ല. അവർ നിൽക്കുന്ന സഭയിലേക്ക് ചേർക്കാൻ സ്നാനം കഴിയും. അങ്ങനെയുള്ള സ്നാനത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നില്ലെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അവരെന്തും ചെയ്തോട്ടെ. നമ്മൾ പറയുന്നത് യേശുക്രിസ്തു ഉപദേശിച്ച സ്നാനം, അതിനെക്കുറിച്ചാണ്. അപ്പൊ ഈ ശിശുമാമോദീസായും വേദപുസ്തകം ഉപദേശിക്കുന്ന വിഷയമാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചുകൊണ്ടായി ചെയ്യുന്നു. അപ്പൊ കർത്താവ് എവിടെയാ? കർത്താവ് വീണ് കിടക്കുക അല്ലേ? മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ വിഷയങ്ങളെല്ലാം കുറിച്ച് പല പ്രാവശ്യം സംസാരിച്ചപ്പോ ഓരോരോ ദുരുപദേശങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ദുരുപദേശങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുക, ഇത് വേദപുസ്തകം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പിന്നെ മരണശേഷം ആത്മാക്കൾ സ്വർഗത്തിലോ നരകത്തിലോ പതിക്കുന്നു, അല്ലെങ്കിൽ പോയിരിക്കുന്നു, ഇതും വേദപുസ്തകത്തിന്റെ ഉപദേശമല്ല. അപ്പൊ ഈ സത്യ ഉപദേശങ്ങൾ ഇല്ലാതെ ഉള്ള എല്ലാ മതങ്ങളും അതിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ കർത്താവ് വീണ് കിടക്കുക. ഈ വീഴ്ച തുടങ്ങിയത് 2-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാ. 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് വീണ് കിടക്കുകയല്ലായിരുന്നു, അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഉന്നതനായി തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ കർത്താവിന്റെ ഈ വീഴ്ച ആരാണ് വരുത്തിയതെന്നും എങ്ങനെയാണെന്നും അറിവുള്ള മതങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-ഉം 2-ഉം ലോക മഹായുദ്ധകാലത്ത് ഈ ലോക രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ലോകത്തിന്റെ സാമ്രാജ്യത്വ ഭരണാധികാരികളും ക്രൈസ്തവ ജനതയും ചേർന്ന് യഥാർത്ഥ കർത്താവിന്റെ അപ്പോസ്തലന്മാരെ പീഡിപ്പിച്ച കഥകൾ അറിയാവുന്ന ക്രൈസ്തവ മണ്ഡല വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ കൃത്യമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ സന്ദർഭവശാൽ നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി കർത്താവ് വീണ് കിടക്കുകയാണ്. പക്ഷെ ഈ വീണ് കിടക്കുന്ന ഈ ദൂതന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. കർത്താവിന്റെ 2-ാം വരവിന് മുമ്പായിട്ട് ഈ അധികാരം പിതാവായ ദൈവവും യേശുക്രിസ്തുവിന് ഈ താക്കോൽ കൈമാറി. ഈ അഗാധകൂപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആളുകള് നമ്മൾ ഈ പറഞ്ഞ വിഭാഗക്കാരൊക്കെയാ. ഈ അഗാധകൂപം
പിശാചിന്റെ കയ്യിലായിരുന്നു ഈ താക്കോല്. ആ ഈ താക്കോല് പിശാചിന്റെ കയ്യിൽ നിന്നും യഹോവ വാങ്ങിയിട്ട് അത് യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തുവിന് കൊടുക്കുമ്പോ എന്ത് ചെയ്യും? യേശുക്രിസ്തു ഈ അഗാധകൂപം തുറക്കും. അപ്പൊ ആ അഗാധകൂപം തുറക്കുന്ന കാര്യം ഇവിടെ പറയാൻ പാടില്ല. അപ്പൊ ഈ അഗാധകൂപത്തിൽ മനുഷ്യരാശി കഴിയുന്ന കാലം അത്രയും സത്യത്തെക്കുറിച്ചോ ദൈവത്തിന്റെ വെളിപ്പാടുകളെക്കുറിച്ചോ യാതൊരു പരിജ്ഞാനവും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ താക്കോൽ നമ്മുടെ കർത്താവിന് ലഭിച്ചപ്പോൾ ഇനി മുമ്പുണ്ടായിരുന്ന അവസ്ഥയ്ക്ക് വിപരീതമായ ഒരവസ്ഥ ലോക ജനതകളുടെ ഇടയിൽ സംജാതമാകുവാൻ പോകുന്നു. അതാണ് അഞ്ചാമത്തെ കാഹളത്തിന്റെ സന്ദേശത്തിന്റെ തുടക്കം. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. അഗാധകൂപം തുറന്നു. ഇതിൽ അജ്ഞതയുടെ ഒരു മറ നീക്കാൻ പോവാണ് യേശുക്രിസ്തു. ക്രൈസ്തവരുടെ ഇടയിൽ മൂടൽമഞ്ഞായി കിടക്കുന്ന ഈ അജ്ഞത അത് പൂർണ്ണവും യഥാർത്ഥവുമായ സത്യം കൊണ്ട് യേശുക്രിസ്തു നീക്കാൻ പോവാണ്. അതാണ് അഗാധകൂപം തുറക്കുന്നത്. അങ്ങനെ അഗാധകൂപം തുറക്കുമ്പോൾ ആദ്യം ലഭിക്കുന്ന സത്യം ഏതായിരിക്കും? യേശു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള സത്യം ലോകവ്യാപകമായി അംഗീകരിക്കും. യേശു ദൈവമാണെന്ന് പറയുന്നത് വേദപുസ്തകത്തിന് നിരക്കുന്ന സത്യമല്ല. യേശു ദൈവപുത്രനാണെന്ന് പറയുന്നതാണ് വേദപുസ്തകം അനുശാസിക്കുന്ന സത്യം. പിന്നെ ദൈവം ത്രിയേകനല്ല, ദൈവം ഏകൻ തന്നെ എന്നുള്ള സത്യം. ഇതൊക്കെ ഈ സത്യങ്ങളൊന്നും ക്രൈസ്തവ മണ്ഡലത്തിൽ സുലഭമായിട്ടുള്ളതല്ല. ഒരു വാക്കുകൊണ്ട് പറയും, പിന്നത്തെ വാക്കിൽ അത് മാറ്റിപ്പറയും. തൃത്വദൈവങ്ങളാണെന്ന് പറയുന്നതാണ്. അപ്പൊ ഈ വ്യാജോപദേശങ്ങളുടെ എല്ലാം അതിൻ്റെ നിയന്താവ് പിശാച് തന്നെയാണ്. അങ്ങനെ ഒത്തിരി വ്യാജോപദേശങ്ങളുണ്ട്. അതിൻ്റെ താക്കോലാണ് കർത്താവിന് ലഭിച്ചത്. അപ്പൊ നമ്മളതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അഗാധകൂപം തുറക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ ഇത് ക്രൈസ്തവരെന്നോ അക്രൈസ്തവരെന്നോ ഭേദമില്ലാതെ ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും മുഴുവൻ മനുഷ്യരാശിക്കും അറിവ് കൊടുക്കുന്ന സമയമാണ്. ഇതിനി ജാതി വ്യത്യാസത്തിനുള്ള കാലം ഇനിയില്ല. എല്ലാവരും ആദാമിന്റെ മക്കളെന്ന നിലയിൽ ഈ സത്യത്തിലേക്ക് വരണം. അതിൽ ഇന്നത്തെ രീതിയിലുള്ള ജാതി വ്യത്യാസങ്ങളോ ജാതിപ്പേരോ ഒന്നുമില്ല. അപ്പോൾ അഗാധകൂപം തുറന്നു. ഉടനെ പെരുഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്നും പുക പൊങ്ങി. അതെ, കൂപത്തിൽ നിന്നും പുക പൊങ്ങിയപ്പോ എന്താ? പിന്നെ ഈ കൂപത്തിലുള്ള ഒന്നും കാണാൻ പറ്റൂല. കാണാൻ പറ്റുമോ? നമ്മൾ പണ്ടൊക്കെ കിണറ്റിലേക്ക് വെടിവെച്ച് കഴിയുമ്പോൾ ഈ കല്ല് തെറിച്ച് പോരായിരിക്കാൻ ചൂട്ടൊക്കെ ഇട്ട് മൂടും. എന്നിട്ട് വെടി പൊട്ടിക്കഴിയുമ്പോൾ ചെന്ന് നോക്കും, കല്ല് പൊട്ടിയത് എന്തുകൊണ്ടെന്ന് അറിയാൻ. എല്ലാം കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? പുകമറിയായി. പിന്നെ ആ പുക കയറ്റിവിട്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അഗാധകൂപം തുറന്നപ്പോഴേ എന്ത് ചെയ്തു? ഈ പുകമറ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഏതാ? അസത്യങ്ങളൊന്നും പിന്നെ ഇല്ല. കർത്താവ് ഈ അഗാധകൂപം തുറന്നു കഴിഞ്ഞിട്ട് ഈ സത്യം പ്രകാശിക്കുമ്പോഴേക്കും ഈ അസത്യങ്ങളെല്ലാം
അപ്രത്യക്ഷമായി കൊണ്ടിരിക്കും. നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ഈ ഭൂമിയിലിരുന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് ഒരു കൂട്ടര് പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1925 ദൈവരാജ്യം സ്വർഗത്തിൽ സ്ഥാപിതമായി എന്ന് പ്രസംഗിക്കുന്നു. പ്രസംഗിക്കുക മാത്രമല്ല, പുസ്തകങ്ങളിൽ എഴുതി പരസ്യം ചെയ്യുന്നുണ്ട്. അതിലെന്തെങ്കിലും വേദപുസ്തകത്തിന്റെ തെളിവോ അടിസ്ഥാനമോ ഇല്ല. കർത്താവ് പറഞ്ഞു, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പൊ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനുള്ള ഒരു ഭരണമുകൂടമാണെന്ന് വേദപുസ്തകം അസന്നിഗ്ധം പ്രസ്താവിക്കുമ്പോ ആ ദൈവരാജ്യം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ കുറച്ചുപേര് സ്വർഗത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. ഇതാണ് വേദവിരീതം. ഇത് അഗാധകൂപത്താൽ ആ പുകയാൽ മറയ്ക്കപ്പെട്ട ഒരു വസ്തുവായിട്ടത്, ഒരാശയമായിട്ടത് പോകും. അതിൻ്റെ സ്ഥാനത്ത് ദൈവരാജ്യം ഈ ഭൂമിയിലാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്ന് ലോകജാതികൾ മനസ്സിലാക്കും. അപ്പോ കോപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. ഈ സൂര്യനും ആകാശവും എന്താണെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു തന്നെയാണ്. അതായത് ക്രൈസ്തവ മണ്ഡലത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മേലധ്യക്ഷന്മാര്, ചെറിയവരും വലിയവരുമായ അതിൽ ബന്ധപ്പെട്ട ആളുകൾ, സൂര്യനും ആകാശവും അവരുടെ ഉപദേശങ്ങൾ ഇതെല്ലാം ഇരുണ്ടുപോയി. സത്യം കൊണ്ട് അതെല്ലാം മറയ്ക്കപ്പെട്ടു. അത് അടുത്ത സംഭവം, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. ഈ പുകയാൽ ഇതെല്ലാം മറയ്ക്കപ്പെട്ടപ്പോഴത്തേക്കും എന്തുണ്ടായി? വെട്ടുക്കിളിയുടെ ഒരു സംഘം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ വെട്ടുക്കിളി എന്ന് പറഞ്ഞാലേ അത് ദൈവത്തിൻ്റെ ഒരു സൈന്യമാണ്. ദൈവത്തിൻ്റെ യുദ്ധമുറയിൽ പല വിഭാഗങ്ങളുണ്ട്. ദൂതന്മാരെ, അതുപോലെ പ്രപഞ്ചത്തിലെ ചില ശക്തികളെ ദൈവം ഉപയോഗിക്കുന്നു. പ്രപഞ്ചത്തിലെ ചില ജീവികളെ ദൈവം ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് സിസ്റ്റമുണ്ട് യഹോവയുടെ യുദ്ധത്തിന്. മിസ്രൈമില് പല യുദ്ധമുറകൾ യഹോവ അവിടെ ചെയ്തു കാണും. കടന്നലിനെ അയച്ചു, നായീച്ചയെ അയച്ചു, അവിടെ കൽമഴ വന്നു, അല്ലേ? അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. പിന്നെ ഇടിമുഴക്കം, ഇടിമിന്നല്, അതൊരു സൈന്യമാണ്. വേണ്ടി വന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് യഹോവ ഉപയോഗിക്കും. ഇവിടെ വെട്ടുക്കിളിയെയാണ് ഒരു സൈന്യം ആയിട്ട് യഹോവ ഇവിടെ ഉപയോഗിക്കുന്നു. ഈ കൂപം തുറന്നു, അതിൻ്റെ പുകയാൽ എല്ലാ അസത്യങ്ങളും മറയ്ക്കപ്പെട്ടു. അതിൻ്റെ ശേഷം കൂപത്തിൽ നിന്നും വെട്ടുക്കിളി പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. വെട്ടുക്കിളീനെ കണ്ടിട്ടുണ്ടോ? വലിയ വിട്ടിലില്ലേ, വലിയ പച്ച വിട്ടില് നമ്മൾ കാണുന്നില്ല ഇവിടെ. അതിൻ്റെ ഇച്ചിരൂടെ വലിപ്പമുള്ളൊരു ആകൃതിയാണ് പച്ച വിട്ടില്. അതിൽ ഏറ്റവും വലിയ പച്ച വിട്ടിലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലും ഇച്ചിരൂടെ വലിപ്പമുണ്ട് വിട്ടില്. ഇതിപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. അവരുടെ സഞ്ചാര പാതയിൽ
ഉള്ളതിനെല്ലാം അവർ തിന്നു നശിപ്പിക്കും. ദേശം അങ്ങോട്ട് മരുഭൂമി പോലെയാക്കി കളയും. അത്രയ്ക്ക് ശക്തിയുണ്ട് അവർ. മുഴുവൻ തിന്നു കളയും. അങ്ങനെ മിസ്രൈമിൽ വെട്ടുക്കിളി വന്ന യഹോവയുടെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്, തൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ രാജാവായിട്ട് അവരോധിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിലവിലുള്ള ഈ വ്യവസ്ഥിതികളെയും, മതപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള വ്യവസ്ഥിതികൾ, ഇതിനെ നശിപ്പിക്കാനുള്ള ഒരു മഹാസൈന്യമാണ് ഈ വെട്ടുകിളി. മറ്റുള്ള യുദ്ധമുറകളെ പോലെയല്ല, മറ്റുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന മൃഗങ്ങളെ പോലെയല്ല. ഇതിന് വളരെ വ്യത്യസ്തതയുണ്ട്. അതിന് തേളിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഭൂമിയിലുള്ള തേള്, ആ തേള് കുത്തിക്കഴിഞ്ഞാലുള്ള വേദന, അതുപോലെ ഒരു വേദന ഉണ്ടാകണം ഈ വെട്ടുക്കിളി അതിൻ്റെ വാലുകൊണ്ട് കുത്തിക്കഴിഞ്ഞു. ഇസ്രായേലി മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചു പോന്നപ്പോൾ അവിടെയുള്ള തേളുകൾ ഇവിടുത്തെ പോലുള്ള തേളുകളല്ല. ഒറ്റ കുത്തിന് തെറ്റിപ്പോൾ മനുഷ്യൻ ചത്തുപോകും. അതുപോലത്തെ വിഷ. കനാൻ ദേശത്തൊക്കെ ആ തേളുകളുണ്ട്. മരുഭൂമിയിൽ അത് സുലഭമായിട്ടുണ്ട്. നമ്മൾ ഈ ഡിസ്കവറി ചാനൽ ആനിമൽ കിങ്ഡം കാണുമ്പോൾ അറിയാം, ചില നരിവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ ഈ തേളിനെ അവനെ ഫയർ ചെയ്ത് കൊന്ന് തിന്നും. അപ്പോൾ ഇവിടെ ഈ വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലുള്ള തേളിന് ഉള്ള ശക്തി ലഭിച്ചു. അവർക്ക് ഒരു ആജ്ഞയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ വെട്ടുക്കിളി സംഘം ആരാണെന്ന് തന്നെ ആദ്യം ഞാൻ പറഞ്ഞോട്ടെ. ഇത് 144,000 ആകുന്ന ക്രിസ്തുവിന്റെ സഭയാണ്. അവർ യേശു ക്രിസ്തുവിന്റെ സൈന്യമാണ്. ആ സൈന്യമാണ് ഈ മുദ്രകൾ ഇവിടെ നടപ്പാക്കേണ്ടത്. ആ സൈന്യത്തിന് ഈ മുദ്രകൾ നടപ്പാക്കാനുള്ള പങ്ക് ഉണ്ട് യേശു ക്രിസ്തുവിനോടുകൂടി. അപ്പൊ ഇനി അതിൻ്റെ വിവരണത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അവരോട് പറഞ്ഞിരിക്കുന്നത്, നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തും. ഭൂമിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെട്ടുക്കിളി വന്നിരിക്കുന്നത്. അപ്പൊ ആളുകളുടെ വിചാരം ഇതൊരു മഹാപ്രതികാരത്തിനാണ് വെട്ടുക്കിളി തയ്യാറാകുന്നതെന്ന് തോന്നിപ്പോകും. നമ്മൾ മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞു, ഈ പോരാട്ടങ്ങൾ ഇത് ആത്മീയ മേഖലയിലുള്ള പോരാട്ടമാണ്. ഇത് ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടമല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാഹളത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അത് ആശയങ്ങൾ കൊണ്ട് പോരാടി തോൽപ്പിക്കുന്ന ഒരു പോരാട്ടമാണ്. അതായത് അസത്യങ്ങളെ സത്യം കൊണ്ട് ജയിക്കുന്ന ഒരു പോരാട്ടമായിരുന്നു. ഇതിന് മഹാപാണ്ഡിത്യം ആവശ്യമാണ്. അത് ക്രിസ്തുവിനും സഭയ്ക്കും ഉള്ളതാണ്. ആ മഹാപാണ്ഡിത്യം അത് ദൈവത്തിൻ്റെ പ്രത്യേക വരത്താൽ അവർക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ആ പരിജ്ഞാനം കൊണ്ടാണ് ഈ അന്ധതകളെ നീക്കുന്നത്. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർ,
ദൈവത്തിന്റെ മുദ്ര എങ്ങനെയാണ് നെറ്റിയിൽ പതിക്കേണ്ടത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ നെറ്റിയിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ നെറ്റിയിൽ ഒരു മുദ്ര എഴുതി ഒട്ടിക്കുക എന്നല്ല. നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തിന്റെ വചനങ്ങൾ ഉൾക്കൊണ്ടിരിക്കുക എന്നാണ്. ബുദ്ധിയിൽ ഉൾക്കൊള്ളണം. പണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, 1-ാം നൂറ്റാണ്ടിലെ, നിങ്ങൾ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നതിലും ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുന്നതാ ഉത്തമം എന്ന് പറഞ്ഞു. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാം, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനാണ് അപ്പോസ്തലൻ പ്രാമുഖ്യം നൽകിയത്. അത് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നത് സ്വന്തം വേദപുസ്തകത്തിൽ നിന്നുള്ള അറിവുകൾ പ്രാപിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് യാന്ത്രികമാണ്. അതൊന്നും അറിയാൻ മേലാത്ത ആൾക്കാർക്കും ഈ ആത്മാവ് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ ആത്മാവ് പോയി കഴിയുമ്പോഴോ ഈ പ്രാർത്ഥിച്ച ആളായിരിക്കുകയല്ല അവിടെ ഇരിക്കണേ. അതാ. അപ്പോ ബുദ്ധിയിൽ പരിജ്ഞാനം പ്രാപിക്കണം. അങ്ങനെ ഇല്ലാത്ത ആളുകളെ ദണ്ഡിപ്പിക്കുവാനാണ് ഈ തേളിന്റെ വാല് ഈ വെട്ടുക്കിളിക്ക് കൊടുത്തിരിക്കുന്നത്. ഇനിയുണ്ട് ഈ ജീവിക്ക് ഇനിയുണ്ട് വിശേഷത. ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തണ്ട. ബാക്കി ഭൂമിയിലുള്ളതെല്ലാം അവിടെ നിന്നോട്ടെ. ദൈവത്തിന്റെ മുദ്രയില്ലാത്ത ആളുകളെ മാത്രം ലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഏതൊരു വ്യക്തിയെയും ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്. സഭ അതിനായിട്ടാണ് പുറപ്പെടുന്നത്. യേശു ലോകത്തിന്റെ രക്ഷകരാണ്, യേശു ലോകത്തിന്റെ രാജാവാണ് എന്നുള്ള സത്യങ്ങൾ അംഗീകരിക്കാനും അത് ഏറ്റുപറയാനും അത് അനുഷ്ഠിക്കാനും മനസ്സില്ലാത്ത ആളുകളെ കണ്ടുപിടിക്കുന്നു. അവരെ ലക്ഷ്യമിട്ടാണ് ഈ സൈന്യം പുറപ്പെടുന്നത്. ഇപ്പൊ ഇന്ന് എത്രയോ അനേക ദേവീ ദേവന്മാർ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുക. ആകാശവും ഭൂമിയും ഉണ്ടാക്കാത്ത ദേവന്മാരെ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞിരിക്കുക. ഈ ഭൂമിയിലേക്കാണ് കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കുന്നത്. അവരെ കണ്ടുപിടിച്ചോളണം. എന്നിട്ടോ യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പന ഉണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അപ്പൊ ഈ തേളിന് ഈ നെറ്റിയിൽ മുദ്രയില്ലാത്തവരെ വാലുകൊണ്ട് കുത്തി വിഷം കയറ്റി കൊല്ലുവാൻ കൽപ്പനയില്ല. പിന്നെയോ 5 മാസം ദണ്ഡിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, ദണ്ഡനം എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുകയല്ല. അവിടെ അവർ മുമ്പേ പഠിച്ചിരിക്കുന്ന വിഷയങ്ങൾ, മുമ്പേ ആചരിച്ചിരുന്ന അനുഷ്ഠാനങ്ങൾ, അതിനെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തും. ചേടാ, കഴിഞ്ഞ ആയുസ്സിൽ ഞങ്ങൾ ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ. ഒരായുസ് മുഴുവൻ ഞങ്ങൾ പ്രവർത്തിച്ചതേ വെറുതെ ആയിപ്പോയി. ഇതാ ഈ വെട്ടുക്കിളി സമാനമായ ദൈവത്തിന്റെ ദാസന്മാർ പറയുന്നു, നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തതെല്ലാം പൂജ്യമായി പോയി. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു വിഭാഗത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അനേകം വീര്യപ്രവൃത്തികൾ ചെയ്തു അല്ലേ. ഞങ്ങൾ ചെയ്യാത്ത ഒരു പ്രവർത്തനവും ഇല്ലായിരുന്നു നിന്റെ നാമത്തിൽ. അപ്പൊ കഴിഞ്ഞ ആയുസിൽ അവർ ചെയ്ത കാര്യം പറയുന്നത്. അപ്പോ അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല.
ഈ ഒരു മനോബോധം ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേദന, അതാണ് ദണ്ഡനം. ആ ദണ്ഡനം കൂടുതൽ നിൽക്കൂല, കുറച്ച് സമയത്തേക്കുള്ളൂ. എത്ര മാസ? 5 മാസത്തേക്കുള്ളൂ. അതൊരു ചുരുങ്ങിയ കാലഘട്ടമാണ്. ഈ 5 മാസം കൊണ്ട് ഈ വേദന എങ്ങനെ ഒതുങ്ങും? ഈ 5 മാസം കൊണ്ട് അവർ സത്യം അറിയും, സത്യം അംഗീകരിക്കും. അപ്പൊ അവരുടെ വേദന മാറും. അപ്പൊ 5 മാസം ദണ്ഡിപ്പിക്കാൻ അത്രേ അതിന് അധികാരം ലഭിക്കും. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ഉണ്ടോ? കഴിഞ്ഞ ആയുസിൽ കാട്ടിക്കൂട്ടിയതും പറഞ്ഞതും ഉപദേശിച്ചതുമൊക്കെ വെറുതെ ആയിപ്പോയി. ഇപ്പോൾ ഇതാ പുതിയത് സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു. കഷ്ടം. ഇതാ ഇതാ ആ കഴുകൻ പറഞ്ഞത്, കഷ്ടം കഷ്ടം കഷ്ടം. ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല എന്ന് കർത്താവ് അന്ന് ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറഞ്ഞു. ആ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പിന്തുടർച്ചയാണ് ഇന്ന് നിൽക്കുന്നത്. അതിലുകൊണ്ട് പുരോഹിത വർഗം, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാന്റെ കാലശേഷം വേദപുസ്തകവും പൗരോഹിത്യവും ഉപദേശിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ഗോത്രപ്രകാരം പുരോഹിതനായിരിക്കാൻ യോഗ്യതയില്ലായിരുന്നു. 12 ഗോത്രങ്ങളിൽ ലേവി ഗോത്രത്തിന് പൗരോഹിത്യത്തിന് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. യേശു യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. അപ്പൊ യേശുവിന്റെ പൗരോഹിത്യത്തെ ഉറപ്പിക്കുന്നത് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞ, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു പൗരോഹിത്യം മുന്നമേ ഇല്ലായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന് പുരോഹിതനായിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ യേശു ബലിയാകുവാനും ബലി അർപ്പിക്കാനും അവകാശമില്ലാത്തതാകും. അങ്ങനെ വരാതിരിക്കാൻ മുൻപൊരു പൗരോഹിത്യം. അപ്പോ ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നില്ല. അതുകൊണ്ട് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമാണ് പൗരോഹിത്യ ബലിയും പൂർത്തിയായത്. പിന്നീട് പുതിയ നിയമത്തിന് ശേഷം ഒരു പൗരോഹിത്യത്തിനും പിന്തുടർച്ച വേദപുസ്തകം ഉപദേശിക്കുന്നില്ല. പൗരോഹിത്യം ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആണ്. അപ്പൊ നമ്മൾ മറ്റൊരു ദുരുപദേശത്തിന്റെ വശത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ ഈ ചെയ്തതെല്ലാം വളരെ പോഷകമായിരുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ തേള് കുത്തുന്നത് പോലെയുള്ള വേദനയാണ് അവർക്കുണ്ടാകുന്നത്. ഈ നാമധേയ മാർഗങ്ങൾക്കെല്ലാം ഇതിലൊക്കെ അല്പാൽപ്പം സത്യങ്ങൾ ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് മനുഷ്യന് ശാശ്വതമായ ഗുണം ചെയ്യുന്ന സത്യങ്ങളൊന്നുമില്ല. ഒന്നാമത് അടിസ്ഥാന സത്യമില്ല. രണ്ടാമത് മാനസാന്തരത്തെ കുറിച്ചുള്ള പഠിപ്പീരുകളില്ല, പഠനമില്ല. ഏത് ക്രൈസ്തവനും പള്ളിയിൽ പോയാൽ മതി, കുർബാന അർപ്പിച്ചാൽ മതി, അവന് തോന്നിയ പോലെ ജീവിക്കാം, അടുത്ത ഞായറാഴ്ചയും കുർബാന അർപ്പിച്ചാൽ മതി, കുഴപ്പമില്ല, പാപം തീർന്നു കിട്ടും. ഈ ഒരു തെറ്റായ ബോധ്യം മനുഷ്യരിൽ പാരമ്പര്യമായിട്ട് കുടികൊള്ളുക. അതുകൊണ്ടാണ് ലോകം ഇത്രയും വഷളായി പോയത്. നമ്മുടെ ഈ പുരോഹിതന്മാരൊക്കെ കുറെ കൂടെ ആധികാരികമായിട്ടും സ്ട്രോങ് ആയിട്ടും മനുഷ്യരെ പഠിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്തെങ്കിൽ ഈ ഇത്രയും വലിയ കഷ്ടങ്ങളൊന്നും ഈ ലോകത്തിന് സംഭവിക്കില്ലായിരുന്നു. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ
ഈ ലോക ഗവൺമെന്റുകളോട് ക്രൈസ്തവ മതം കൂട്ടുകൂടി ചേർന്ന് ഉണ്ടാക്കിയതാണ്. അതിൽ യഥാർത്ഥ ക്രിസ്ത്യാനികളെ നിഷ്കരുണം കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിലുള്ള വസ്തുതകളാണ്. ഇതിനെക്കുറിച്ചുള്ള ന്യായവിധികളെല്ലാം വരുമ്പോൾ ഉള്ള വേദന അത് വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദനയായിരിക്കും. ആ കാലത്ത് മനുഷ്യർ മരണമന്വേഷിക്കും, കാണുകയില്ലതാനും. ഏതാ ഇതിൽ ഭേദം മരിക്കുമായിരുന്നു ഈ കഷ്ടം അനുഭവിക്കുന്നതിൽ ഭേദം. പക്ഷേ മരിക്കാൻ സമ്മതിക്കില്ല. മരിക്കാൻ ദൈവം സമ്മതിക്കണ്ടേ? ഒരുത്തൻ ആത്മഹത്യ തോന്നിയാൽ ദൈവം സമ്മതിച്ചില്ലെങ്കിൽ അവന് മരിക്കാൻ പറ്റില്ല. ചിലര് പകുതി തൂങ്ങിയേച്ച് ഇറങ്ങിപ്പോകും. ചിലര് വെള്ളത്തിൽ ചാടി വെച്ച് ഒരു കവിള് വെള്ളം കുടിച്ചു നീന്തി കയറി പോകും. ദൈവം തീരുമാനിക്കാതെ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുവാൻ സാധിക്കില്ല. ദൈവം അവനെ അവളെയോ കൈവിടില്ല. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം നടത്തിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അന്നാളിൽ മരണത്തെ കൊതിക്കും, കാണുകയില്ലതാണ്. മരണം അവരെ വിട്ട് ഓടിപ്പോകും. എന്തുകൊണ്ടാ? ഈ യഥാർത്ഥമായ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നിത്യജീവനെ കുറിച്ചുള്ള ആഗ്രഹം, അത് എങ്ങനെ പ്രാപിക്കാമെന്നുള്ള കൃത്യമായ വഴി ഓരോരുത്തർക്കും തെളിവായി ലഭിക്കപ്പെടും. അതിനാണ് കർത്താവും സഭയും പുറപ്പെട്ടിരിക്കുന്നത്. ഇത് നിസ്സാര കാര്യത്തിനല്ല, മനുഷ്യനെ പീഡിപ്പിച്ചും പേടിപ്പിച്ചും കൊല്ലുവാനല്ല. ഇത് സ്നേഹത്തിൽ കൂടിയുള്ള ഒരു യുദ്ധമാണ്. അത് നമുക്ക് ഈ തുടർന്ന് വന്ന ഭാഗത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. ഈ വെട്ടുക്കിളിക്ക് മറ്റൊരു രൂപം കൂടെ ഇതിന് ചേർന്ന് വരുന്നുണ്ട്. യുദ്ധത്തിന് ചമയിച്ച കുതിര. നമ്മൾ കുതിരയെക്കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. കുതിരയ്ക്ക് ഒന്നിനെയും ഭയമില്ല. അത് യുദ്ധക്കളത്തിൽ നിന്നും വണ്ടി ഓടില്ല. അത് വാള് വന്നാലും കുന്തം വന്നാലും അവിടെ തന്നെ തിരിഞ്ഞും മറിഞ്ഞും നിൽക്കും. അപ്പൊ ഈ വെട്ടുകിളിക്കും ഇങ്ങനെ ഒരു രൂപമുണ്ട്. യുദ്ധത്തിന് ചമയിച്ച കുതിരയെ പോലെ. തലയിൽ പൊൻകിരീടം. പിന്നെയോ മുഖം മാനുഷമുഖം. അതാ ഞാൻ പറഞ്ഞേ, ഒരു സ്നേഹത്തിന്റെ വശം ഇതിനകത്തുണ്ട്. കർത്താവും സഭയും ഇറങ്ങി പുറപ്പെടുന്ന യുദ്ധം സ്നേഹത്തിന്റെ ആ പൂർണ്ണമായ അവസ്ഥ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതന്യ അവസ്ഥ ഭൂമിക്ക് കൈവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യുദ്ധങ്ങളെല്ലാം. വെട്ടുക്കിളിയെ യുദ്ധത്തിന് ചമയിച്ച കുതിരയെ പോലെ. അതിൻ്റെ തലയിൽ പൊൻകിരീടം. കർത്താവിൻ്റെ സഭ അവർക്ക് ലഭിക്കുന്ന പദവിയെക്കുറിച്ച് നമ്മൾ ഇത് പഠിച്ചതാ. അതാണ് പൊൻകിരീടം. അവർക്ക് നൽകുന്ന അധികാരം, അവർക്ക് കൈവരാൻ പോകുന്ന അമർത്യപ്രകൃതി, അവർക്ക് സ്വർഗത്തിലാണ് ജീവിതം. ഇതാണ് അവർക്ക് ലഭിക്കുന്ന ഈ പൊൻകിരീടം. മുഖം മാനുഷമുഖം, അത് സ്നേഹത്തെ കാണിക്കും. പിന്നെ സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. സ്ത്രീകളുടെ മുടി പോലെ അതിന്. സ്ത്രീകളുടെ മുടി എന്തിനാ ദൈവം കൊടുത്തത്? അത് ഒരു അധീനത ലക്ഷ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കണം. ഇപ്പൊ സഭയില് സ്ത്രീ മുടി കണ്ടിച്ചു കളഞ്ഞാൽ മൂടുപട ഇട്ട് പ്രാർത്ഥിക്കും. മുടി കണ്ടിക്കുന്നില്ലേ മൂടുപട ഇടണ്ട. ഈ മുടി തന്നെ ഒരു മൂടുപട. അപ്പൊ അത് പുരുഷനും ക്രിസ്തുവിനും ദൈവത്തിനും കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ആ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന മുടി. അപ്പൊ ആളുകളുടെ വിചാരം സ്ത്രീ പുരുഷനെ കഴിഞ്ഞ് ഒത്തിരി കാണല്ല എന്നാണ്. സ്ത്രീ പുരുഷ ആ സമത്വത്തിന് വേണ്ടി ഇവിടെ കോടതി വരെ വാദിക്കുന്നുണ്ട്. അതിന് കേസ് കൊടുക്കുന്നവരുണ്ട്.
ഏത് പുരുഷന്റെയും തല ക്രിസ്തു. ഏത് പുരുഷന്റെയും തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. പിന്നെ അപ്പോസ്തലൻ പറയുന്നത് ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇങ്ങനെയാണ് ദൈവം ആ സിസ്റ്റം വെച്ചത്. അത് ഇവിടുത്തെ ഭരണാധികാരികളൊന്നും നോക്കിയാൽ മാറുന്ന സിസ്റ്റമല്ല. അത് യഹോവ തന്നെ മാറ്റിയില്ലേ ആ സിസ്റ്റം മാറും. അപ്പൊ ഈ കുതിരയ്ക്ക് സ്ത്രീകളുടേതുപോലെ മുടിയുണ്ട്. ഈ പുറപ്പെടുന്ന കുതിര ആരാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ആരാ? കർത്താവിന്റെ മണവാട്ടിയാ. മണവാട്ടിക്ക് മുടിയില്ലേ? ഇന്നുള്ള മണവാട്ടിയൊക്കെ ഈ ആണുങ്ങളെ പോലെ തലമുടി വട്ടം കണ്ടിച്ചും ചരിച്ചും പോകും. അന്നുള്ള മണവാട്ടി അങ്ങനെയല്ല, മുടി ഇങ്ങനെ തൂങ്ങി. ഇന്ന് മണവാട്ടിയെ പോലെയുള്ള ആണുങ്ങളെ കാണാം മുടിയൊക്കെ നീട്ടിക്കൊണ്ട്. മുടി നീട്ടുന്നത് പുരുഷന് അപമാനമാണെന്നാ. മുടി നീട്ടാൻ പാടില്ല. അത് തൻ്റെ തലയെ അപമാനിക്കുന്നു, ക്രിസ്തുവിനെ അപമാനിക്കുക മുടി നീട്ടുന്നു. ഇതിനെല്ലാത്തിനും അർത്ഥങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ലല്ലോ ലോകം പോണേ. അപ്പൊ ഇതിന് സ്ത്രീകളുടേതുപോലെ മുടിയുണ്ടായിരുന്നു. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ തന്നെ നല്ല ബലമുള്ള പല്ലുകളാണ്. എതിർ ശത്രുക്കളെയും തകർത്ത് തരിപ്പണമാക്കാൻ പറ്റിയ പല്ലുകളാണ്. പല്ലുപോയ മോണയം കൊണ്ട് ഇറച്ചി കടിച്ചാൽ മുറിയോ? അത് അങ്ങും ഇങ്ങും തെറ്റിച്ചേച്ച് വയറ്റിലേക്ക് ഇറക്കി വിടും, ദഹനക്കേടാവും അല്ലേ? ഇവിടെ ഇരുമ്പ് പോലെയുള്ള പല്ല, അണപ്പല്ല് പോയതും പകുതി കുഴിയായതൊന്നുമല്ല, നല്ല സ്ട്രോങ് ആയ പല്ലുകളാണ്. കർത്താവിൻ്റെ സഭയുടെ ആ പൂർണ്ണത ഇതെല്ലാം കാണിക്കും. അവർ കളങ്കമില്ലാത്തവർ, അവർ ഊനമില്ലാത്തവർ, യാതൊരു അപൂർണതയും ബാധിക്കാത്ത കർത്താവിൻ്റെ സഭ. അവരാണ് വിശുദ്ധ യുദ്ധം നടത്തുന്നത്. ഇന്നിവിടെ വിശുദ്ധ യുദ്ധം നടത്തുന്നവരുണ്ട്, അറിവികൾ. വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞ എന്നെ ആളുകളെ പച്ചയ്ക്ക് പിടിച്ച് തല കട്ടിച്ച് കളയുക. വിശുദ്ധ യുദ്ധേ കൊലയ്ക്ക് കൊലയാ. അവനെ തിരിച്ച് അറക്കാൻ അവിടെ ആരുമില്ല. അതുകൊണ്ടാ അവിടുത്തെ പ്രമാണം അതാ. അപ്പൊ അത് ചെയ്യാത്തതുകൊണ്ട് അവനവിടെ അങ്ങനെ വിശുദ്ധ യുദ്ധം ചെയ്യുക. അങ്ങനെയുള്ള വിശുദ്ധ യുദ്ധമല്ല ഇത്. ഇത് സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും അടിസ്ഥാനപ്പെട്ട യുദ്ധമാണ് കർത്താവിൻ്റെയും സഭയുടെയും. ജർമ്മൻ ഭരണാധികാരിയായ ഹിറ്റ്ലർ ചെയ്തതുപോലെയല്ല. ഹിറ്റ്ലർ കൊതി കുത്തിയാണ് രണ്ടാം ലോക മഹായുദ്ധം ഇവിടെ സൃഷ്ടിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊള്ള കിട്ടിയത് പോരായിരുന്നു പറഞ്ഞു. അങ്ങനെ അന്നത്തെ മതവിദ്വാൻമാരെയും ഭരണാധികാരികളും ബാക്കിയുള്ളവരെയും കൂട്ടുപിടിച്ച് ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധം അഴിച്ചുവിട്ടു. ഇതൊക്കെ നമ്മുടെ മക്കളെല്ലാം പറഞ്ഞ് പഠിപ്പിക്കണ്ടേ ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള യുദ്ധമല്ല ഇത്. നീതിയും ന്യായവും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. 68-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. ഈ രാഷ്ട്രീയപക്ഷത്തും ആത്മീയപക്ഷത്തും ഈ ദുഷ്ടന്മാരെ പിതാവിൻ്റെ ആ എഴുന്നേൽക്കുന്ന കാലത്ത് നശിപ്പിക്കപ്പെടും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പൊ പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ, ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. അവരുടെ ശരീരം മൊത്തം ഇരുമ്പ് കവചത്താൽ ആവരണം ചെയ്തിരിക്കുന്നതാണ്. ഈ ലോകത്തിൻ്റെയോ സ്വർഗലോകത്തിൻ്റെയോ ബാഹ്യമായ ഒരു ശക്തിക്കും കർത്താവിനെയും സഭയെയും യുദ്ധം ചെയ്ത്
ഉപദ്രവിക്കാൻ പറ്റില്ല, അവരെ ജയിക്കാൻ പറ്റില്ല. ദാവീദിനെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ പോലെയാണ്. ഗോലിയാത്തിന്റെ അടുക്കിലേക്കാണ് ഇവിടെ സഭ വന്നിരിക്കുന്നത്. ദാവീദ് ഇവിടെ കർത്താവും സഭയാ. അവര് 5 കല്ലും കൊണ്ടാ പോയത്, പക്ഷെ ഒറ്റ കല്ലുകൊണ്ട് തന്നെ ഗോലിയാത്തിനെ വീഴ്ത്തി. ദൈവരാജ്യം ഭൂമിയിലാണെന്ന് സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ള ഒറ്റ ഉപദേശം കൊണ്ട് ഈ ലോകത്തിന്റെ എല്ലാ ദുരുപദേശങ്ങളെയും സഭ തകർത്ത് കളയും. പിന്നെ ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരകൾ ഓടുന്നത് പോലെ ഒച്ച. അപ്പൊ ഈ യുദ്ധത്തിൽ എത്ര കുതിരകളുണ്ട്? 144,000 കുതിരകളാണ്. അപ്പൊ ഈ 144,000 കുതിരകൾ പാഞ്ഞു ഓടുമ്പോൾ ഉണ്ടാകുന്ന ഒച്ച, അതിനെക്കുറിച്ചാണ്. ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെയായിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട്. ഈ ഓട്ടത്തിലാണ് ഈ കുത്തുകൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് അങ്ങ് ഓടി എവിടം വരെ ഓടും? സഹസ്രാബ്ദത്തിന്റെ ഒടുവിൽ വരെ ഈ ഓട്ടമുണ്ട്. ഈ പോകുന്ന വഴിയിൽ തേളിനെ കൊണ്ടുള്ള കുത്ത് അത് ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു. ഈ 5 മാസം കൊണ്ട്, ചുരുങ്ങിയ കാലയളവുകൾ കൊണ്ട് മുഴുവൻ മനുഷ്യരാശിക്കും പൂർണ്ണമായൊരു സത്യത്തിന്റെ പ്രകാശം യേശുക്രിസ്തു നൽകും. അഗാധ ദൂതൻ അതിന്റെ രാജാവായിരുന്നു. കണ്ടോ, കർത്താവിന്റെ കാര്യം പിന്നെയും പറയാം. ഈ വീണ് കിടന്ന ദൂതനുണ്ടല്ലോ, ആ അഗാധ ദൂതൻ രാജാവായി. ഇതിനെല്ലാം ജയിച്ച് രാജാവാകുന്നു അഗാധ ദൂതൻ. അവന് എബ്രായ ഭാഷയിൽ അബദോനെന്നും യവന ഭാഷയിൽ അപ്പൊല്ലോൻ എന്നും പേർ. അവർക്ക് ഈ അഗാധദൂതൻ യേശുക്രിസ്തുവാണ്. ഈ താക്കോൽ ലഭിച്ച ഈ അഗാധദൂതൻ, അവൻ രാജാവായി, ഈ സൈന്യത്തിന്റെ രാജാവായി. അവന് പേരിട്ടിരിക്കുന്നത് എബ്രായ ഭാഷയിൽ അബദോൻ എന്ന് പറഞ്ഞാൽ വിനാശകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വിനാശകൻ. അപ്പൊല്ലോൻ വിനാശം. അപ്പൊ ക്രിസ്തുവിന്റെയും സഭയുടെയും ഈ 7 മുദ്രകൾ 7 കാഹളങ്ങൾ ഊതുക വഴി ലഭിക്കുന്ന സത്യങ്ങളെ എല്ലാമാണ് ഇവിടെ പറയുന്ന ഈ ഉപദേശങ്ങളൊക്കെ. സത്യ ഉപദേശങ്ങളാണ്. ഇങ്ങനെയുള്ള സത്യോപദേശങ്ങൾ ഇന്ന് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ന്യായവിധിയില്ല. നമ്മൾ ഈ പറയുന്ന വിധത്തിലുള്ള സത്യങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് യാതൊരു ന്യായവിധിയും ശിക്ഷാവിധിയില്ല. നമ്മൾ അറിയപ്പെടാത്ത പലരും ഈ ഭൂമിയുടെ മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും ഒക്കെ കാണും. അവർക്ക് ന്യായവിധിയില്ല. അവരെ ഈ തേളിന്റെ കുത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കും. അവർ നിർമ്മലമായ സത്യം അറിഞ്ഞവരാണ്. അവരെ യഹോവ തൻ്റെ സ്മരണ പുസ്തകത്തിൽ എഴുതി വയ്ക്കും. അതിൻ്റെ രാജ്യത്തിൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം നൽകപ്പെടും. ഇതിനെക്കുറിച്ച് ഇനിയും നമുക്ക് വിശദീകരിക്കാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് പിന്നീട് നമ്മൾ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വീണ്ടും പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരും. ഈ വിഷയത്തെക്കുറിച്ച് ബാക്കി നമുക്ക് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനം.